കാണാനൊക്കെ അത്യാവശ്യം ഫിറ്റാണ്, വലിയ തടിയൊന്നുമില്ല. പക്ഷെ വയറ് മാത്രം ഇത്തിരി കുറയാനുണ്ട്. അങ്ങനെ വയറിന്റെ എക്സസൈസ് മാത്രം അന്വേഷിച്ച് നടക്കുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ അബ്ഡമനും ഹിപ്സും ബാക്ക് സ്പൈനും ഒക്കെ കവർ ചെയ്ത് വരുന്ന 8ഓളം മസിൽ ഗ്രൂപ്പ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിന്റെ സെന്റർ ഭാഗത്തായിട്ട്. ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒറ്റ പേരാണ് കോർ മസിൽസ്. ഈ കോർ മസിൽസിലെ ഒരു മസിൽ ഗ്രൂപ്പ് മാത്രമാണ് റെക്ടസ് അബ്ഡമിനിസ് എന്ന് പറയുന്ന നമ്മുടെ വയറിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ. ഈ ഒരു ഭാഗത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി മസിൽസ് എല്ലാം വീക്ക് ആവുകയും അതിന്റെ ഭാഗമായിട്ട് ലോവർ ബാക്ക് പെയിൻ, ഡിസ്ക് ഇഷ്യൂസ്, സ്പൈൻ ഇഞ്ചറി, ബ്രീതിങ് ട്രബിൾ, പിന്നെ ഓടുക ചാടുക, അത്യാവശ്യം ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ അറിയാതെ യൂറിൻ പോവുക, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വയറ് കുറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള എക്സസൈസ് തിരഞ്ഞെടുക്കാതെ ടോട്ടൽ ബോഡിയിലെ കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസസ് കണ്ടുപിടിക്കാം. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വയറിന്റെ ഫാറ്റും കുറയും, ഓവറോൾ സ്ട്രെങ്ത്തും ഡെവലപ്പ് ആവും. നമ്മുടെ ശരീരത്തിന്റെ ബെറ്റർ പോസ്ചറിനും ഇഞ്ചുറി പ്രിവെൻഷനും സേഫ്റ്റിക്കും സ്റ്റെബിലിറ്റിക്കും ഒക്കെ ഗുണം ചെയ്യുന്ന കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വർക്കൗട്ട് ബ്രിഡ്ജ് ആണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കുക. കാൽമുട്ടിൻ്റെ കറക്റ്റ് താഴെ തന്നെ ആംഗിൾസ് വരണം. എന്നിട്ട് കോറെല്ലാം എൻഗേജ് ചെയ്ത് മെല്ലെ ഹിപ്സ് ഇങ്ങനെ റൈസ് ചെയ്യാം. ബ്രീത്ത് ഔട്ട് ആൻഡ് ലിഫ്റ്റ്, ബ്രീത്ത് ഇൻ ആൻഡ് കം ഡൗൺ. Engage your core, breathe out through your mouth and lift. Slow ആയിട്ട് ചെയ്താൽ മതി. Breathe in and down. ഈ വർക്കൗട്ട് നമുക്കൊരു 10 ടൈംസ് വെച്ചിട്ട് 2 സെറ്റ് ചെയ്യാം. കുറച്ച് സമയം മുകളിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നെക്സ്റ്റ് വൺ ബ്രിഡ്ജ് വിത്ത് മാർച്ചസ്. സെയിം തന്നെ ബ്രിഡ്ജിൽ ഹോൾഡ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റ് ലെഗ്സ് ഇങ്ങനെ റൈസ് ചെയ്യുക. സ്ലോ ആയിട്ട് ചെയ്താൽ മതി. കോർ എൻഗേജ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം. കാല് റൈസ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, താഴ്ത്തുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ഇത് തന്നെ നമുക്ക് ഹീൽസിൽ ചെയ്യാം. ഹീൽസ് ഫ്ലോറിൽ ഇങ്ങനെ പുഷ് ചെയ്തിട്ട് 1 by 1 കാല് റൈസ് ചെയ്യാം. ഈ വർക്കൗട്ട് നമുക്കൊരു 10 ടൈംസ് വെച്ച് 2 സെറ്റ് ചെയ്യാം. തേർഡ് വൺ എൽബോ പ്ലാങ്ക് ആണ്. ഷോൾഡർ വിഡ്ത്തിൽ 2 കൈയും വയ്ക്കുക. എന്നിട്ട് കാല് സ്ട്രെയിറ്റ് ആയിട്ട് കോറെല്ലാം എൻഗേജ് ചെയ്ത് നേരെ നോക്കി പറ്റുന്നത്ര സമയം ഹോൾഡ് ചെയ്യാം. എത്ര ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റും അത്രയും നേരം നിങ്ങൾക്ക് നിൽക്കാം. Breathe in through your nose and breathe out through your mouth. നീ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കാൻ കംഫർട്ടാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ടൈം നീ അപ്പ് ചെയ്തുകൊണ്ട് നിന്നതിന് ശേഷം നീ ഡ്രോപ്പ് ചെയ്തിട്ട് ഇതുപോലെ നിൽക്കുക. പ്ലാങ്കിൻ്റെ ഒരു വേരിയേഷനാണ് സൈഡ് പ്ലാങ്ക്. ഇതുപോലെ സൈഡിലേക്ക് കിടന്നിട്ട് എൽബോ ഷോൾഡറിൻ്റെ താഴെ വയ്ക്കുക. ഹിപ്സ് മെല്ലെ റൈസ് ചെയ്യുക. കൈ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്ത് പിടിക്കാം. ഇങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ കൈ ഫ്രണ്ടിൽ പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് മുകളിലുള്ള കാല് ഫ്രണ്ടിൽ സപ്പോർട്ടിന് വേണ്ടി വെക്കാം. ഇതും ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഡ്രോപ്പ് യുവർ നീസ് ഡൗൺ. ഇത് 2 സൈഡിലേക്കും ചെയ്യണം. മാക്സിമം കോർ എൻഗേജ് ചെയ്യാം. പറ്റുന്നത്ര സമയം ഹോൾഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഹൈ പ്ലാങ്ക്. ഹൈ പ്ലാങ്ക് ചെയ്യാനായിട്ടും ഷോൾഡറിൻ്റെ അതേ വിഡ്ത്തിൽ തന്നെ കൈ ഫ്ലോറിൽ പ്രസ് ചെയ്ത് വയ്ക്കുക. നീ സ്ട്രെയിറ്റ് ആയിട്ട്, ലുക്ക് സ്ട്രെയിറ്റ്. ബോഡി ഫുൾ ഒരു സ്റ്റിക്ക് പോലെ സ്ട്രെയിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. കോർ എൻഗേജ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഡ്രോപ്പ് യുവർ നീസ് അഗൈൻ. Breathe out through your mouth and breathe in through your nose. Maximum time hold ചെയ്യാം. നെക്സ്റ്റ് വൺ ഹൈ പ്ലാങ്ക് ജംപ്സ്. ഹൈ പ്ലാങ്കിൽ തന്നെ നിന്നിട്ട് നമ്മൾ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ജമ്പ് ചെയ്യണം. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, ദെൻ പ്ലാങ്ക് ജാക്സ് നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ജമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യാം. സ്ലോ ആയിട്ട് ചെയ്താൽ മതി. ആൻഡ് വൈഡ് ചെയ്യുക. കോർ എൻഗേജ് ചെയ്യാൻ മറക്കരുത്. 10 പ്രാവശ്യം വെച്ച് 2 സെറ്റ്.
നെക്സ്റ്റ് വൺ റഷ്യൻ ട്വിസ്റ്റ് ആണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ രണ്ടും ബെൻഡ് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. സ്പൈൻ മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. ബ്രീത്ത് ഇൻ ത്രൂ യുവർ നോസ് ആൻഡ് ബ്രീത്ത് ഔട്ട് ത്രൂ യുവർ മൗത്ത്. ബ്രീത്ത് ഔട്ട് എത്ര ലെങ്ത്ത് കൂട്ടി ചെയ്യാൻ പറ്റുമോ അത്രയും ലെങ്ത്ത് കൂട്ടി ചെയ്യാം. ഇനി ഇത് ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാലും ഇങ്ങനെ ടേബിൾ ടോപ്പ് പൊസിഷനിൽ പൊക്കി വയ്ക്കാം. ഒരേ ലൈനിൽ കീപ്പ് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്യാം. ഈ ഒരു വർക്കൗട്ട് നമുക്കൊരു 12 ടൈംസ് വെച്ച് 2 സെറ്റ് ചെയ്യാം. നൗ മൗണ്ടൈൻ ക്ലൈംബേഴ്സ്. ഹൈ പ്ലാങ്ക് പൊസിഷനിൽ നിൽക്കുക. കാല് 1 by 1 ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ബ്രീത്ത് ഇൻ ത്രൂ യുവർ നോസ്, ബ്രീത്ത് ഔട്ട് ത്രൂ യുവർ മൗത്ത്. കോർ എൻഗേജ് ചെയ്യണം. 12 ടൈംസ് വെച്ചിട്ട് 2 പ്രാവശ്യം ചെയ്യാം. ഹൈ പ്ലാങ്ക് വിത്ത് സൈഡ് ടാപ്പ്. കാല് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് കാല് തിരിച്ച് വെക്കണം. സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഹിപ്സ് ലിഫ്റ്റ് ആവാതെ അതേ പൊസിഷനിൽ തന്നെ ഹോൾഡ് ചെയ്യുക. 10 into 2. ക്രാബ് വിത്ത് ലെഗ് ടച്ച്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. ഓൾട്ടർനേറ്റ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ഇങ്ങനെ റൈസ് ചെയ്തിട്ട് ടച്ച് ചെയ്യാം. റൈറ്റ് ഹാൻഡ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റ്. കോർ എൻഗേജ് ചെയ്ത് തന്നെ വെക്കണം. മാക്സിമം ബ്രീത്ത് ഔട്ട് ത്രൂ യുവർ മൗത്ത് ആൻഡ് ബ്രീത്ത് ഇൻ ത്രൂ യുവർ നോസ്. 11 ക്രാബ് വാക്ക്. ക്രാബ് പൊസിഷനിൽ തന്നെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് നടക്കുക. നമ്മുടെ ഷോൾഡർ, ഹിപ്സ്, നീ എല്ലാം ഒരേ ലൈനിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഈ വർക്കൗട്ട് നമുക്ക് ഒരു 10 സ്റ്റെപ്സ് ഫോർവേഡ്, 10 സ്റ്റെപ്സ് ബാക്ക്വേർഡ് ആയിട്ട് 2 പ്രാവശ്യം ചെയ്യാം. സിംഗിൾ ലെഗ് റൈസ് ആണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ലെഫ്റ്റ് ലെഗ് ടേബിൾ ടോപ്പ് പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. 90 ഡിഗ്രി ആംഗിൾ കീപ്പ് ചെയ്യുക. റൈറ്റ് ലെഗ് മെല്ലെ ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യണം. കോർ എൻഗേജ് ചെയ്യാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് തന്നെ നമ്മൾ റൈറ്റും ലെഫ്റ്റും ചെയ്യണം. 10 പ്രാവശ്യം വെച്ച് 2 സെറ്റ്. നെക്സ്റ്റ് വൺ ഡബിൾ ലെഗ് റൈസ്. 2 കാലും ഒന്നിച്ച് ലിഫ്റ്റ് ചെയ്യാം. ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് സ്ലോ ആയിട്ട് ലിഫ്റ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ ആൻഡ് സ്ലോലി ഡൗൺ. അബ്ഡമൻ മാക്സിമം ടൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഈ വർക്കൗട്ട് ചെയ്യാം. എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും അത്രയും ചെയ്തിട്ട് അത് തന്നെ 2 സെറ്റ് ചെയ്യാം. നൗ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് സൈക്ലിംഗ്. സൈക്ലിംഗ് നമുക്ക് കോമൺലി എല്ലാവർക്കും അറിയുന്ന വർക്കൗട്ടായിരിക്കും. ഒരു കാല് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, ഒരു കാല് ബെൻഡ് ചെയ്യുക. ഇത് ഫോർവേഡ് ചെയ്തിട്ട് പിന്നെ ബാക്ക്വേർഡ് ചെയ്യണം. ബ്രീത്ത് ഇൻ ഷോർട്ടായിട്ട് ചെയ്താൽ മതി. ബ്രീത്ത് ഔട്ടിന് മാക്സിമം ലെങ്ത്ത് കൂട്ടുക. എത്ര ലെങ്ത്ത് കൂട്ടി ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. 4 സ്റ്റെപ്സ് ഫോർവേഡ്, 4 സ്റ്റെപ്സ് ബാക്ക്വേർഡ് അങ്ങനെ ചെയ്താലും മതി. കോർ എൻഗേജ് ചെയ്യണം. മാക്സിമം സ്ലോ ആയിട്ട് ചെയ്യാം. സ്ക്വാറ്റ്സ് വിത്ത് ക്രഞ്ചസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. കാല് ഫസ്റ്റ് ചേർത്ത് വെച്ചിട്ട് വി ഷേപ്പ് ഫോം ചെയ്യുക. പിന്നെ കാല് സ്ട്രെയിറ്റ് ആയിട്ട് വീണ്ടും ചെറിയൊരു വി ഷേപ്പിൽ തന്നെ നിൽക്കുക. കൈ രണ്ടും തലയിൽ വയ്ക്കുക. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ടിരിക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ലിഫ്റ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ ഡൗൺ, ബ്രീത്ത് ഔട്ട്. അതിന് ലെങ്ത്ത് കൂട്ടിയിട്ട് ക്രഞ്ചസും കൂടി ചെയ്യാം. ബ്രീത്ത് ഇൻ ഡൗൺ, ബ്രീത്ത് ഔട്ട് അപ്പ് ആൻഡ് ക്രഞ്ചസ്. സ്ക്വാറ്റ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഇരിക്കുന്ന സമയത്ത് കാലിൻ്റെ ആംഗിൾ 90 ഡിഗ്രി തന്നെ ആയിട്ട് കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യാം. കാൽമുട്ട് മുമ്പിലേക്ക് വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നീ ഇഞ്ചുറി ഉണ്ടാവും. ഇതൊരു 10 പ്രാവശ്യം വെച്ച് 2 സെറ്റ് നമുക്ക് ചെയ്യാം. ഈ വർക്കൗട്ട്സ് എല്ലാം ചെയ്യുമ്പോൾ തന്നെ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ഷോർട്ടായിട്ട് മൂക്കിലൂടെ ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ മാക്സിമം ലെങ്ത് കൂട്ടി വായിൽ കൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതേപോലെ കോർ മസിൽസ് എല്ലാം നന്നായിട്ട് എൻഗേജ് ചെയ്യുക. മാക്സിമം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് വേണം വർക്കൗട്ട്സ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാവില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ.